ഇതാണ് രാജേഷ് നന്ദിയങ്കോട്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കൂറ്റനാട് സ്വദേശി. ഓരോ മഴക്കാലത്തും രാജേഷ് ഇങ്ങനെയാണ്. പുഴയോരത്തും തോട്ടുവരമ്പിലും പുറമ്പോക്കിലുമൊക്കെ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കും. ആദ്യം മരങ്ങളായിരുന്നു വെച്ചുപിടിപ്പിച്ചത്. പിന്നീടത് കരിമ്പനങ്ങളായി. കഴിഞ്ഞ 6 വർഷത്തിനിടെ 10,000-ലേറെ കരിമ്പനങ്ങളാണ് 3 ജില്ലകളിലായി രാജേഷും സംഘവും മുളപ്പിച്ചെടുത്തത്. കരിമ്പന ഇവിടെ വലിയ തോതിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായത്. അങ്ങനെ കരിമ്പനകളെ തിരിച്ചു പിടിക്കാനുള്ളൊരു യജ്ഞം നമ്മൾ തുടങ്ങുക ചെയ്തു. കരിമ്പനകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിത്ത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ശേഖരിച്ചിട്ട് അത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ടുള്ള ജൂൺ 5-നാണ് വിത്ത് യാത്ര നമ്മൾ തുടക്കമിടുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് വെച്ച ചെടികൾ മരങ്ങളായി. കുഴിച്ചിട്ട കരിമ്പനകളുടെ വിത്തുകൾ ചെടികളായും വളർന്നു. വിത്ത് യാത്ര 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിൽ ഒരു കരിമ്പനയെങ്കിലും വളർത്തുക എന്നതാണ് രാജേഷ് ലക്ഷ്യമിടുന്നത്. ഇപ്രാവശ്യം വിത്ത് യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത, കലാലയങ്ങളിൽ കരിമ്പന എന്നുള്ളൊരു ക്യാമ്പയിൻ ഈ 3 ജില്ലകളിലെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉള്ള സ്കൂളുകളും കോളേജുകളിലൊക്കെ ഒരു കരിമ്പനയെങ്കിലും വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കൂട്ടുകാർ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പരിസ്ഥിതി സ്നേഹികളെ ഈ ഉദ്യമത്തിൽ പങ്കാളിയാക്കാനും രാജേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.